ആളുകൾക്കും സ്വാഗതം. ഈ ശ്വാസം എന്ന സംഘടന എന്താണെന്നുള്ളതിനെ കുറിച്ച് ശ്വാസിലെ അംഗങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമായിരിക്കും. പക്ഷേ പുറമെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ ശ്വാസത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമെന്ന് കരുതുന്നു. സോഷ്യൽ വെൽഫെയർ ആക്ഷൻ അലയൻസ് എന്നാണ് ഈ സംഘടനയുടെ പൂർണ്ണ രൂപം. ഇത് പീപ്പിൾസ് അലയൻസ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ബെറ്റർ ടുമാറോ എന്നുള്ളതാണ് ഈ കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ സ്വാസിലെ അംഗമായിട്ടുള്ള ഉണ്ണി അല്ലെങ്കിൽ ജയരാജ് സത്യരാജാണ് ഈ പുസ്തകം എഴുതിയതുപോലെ ചാരിതാർത്ഥ്യത്തിൽ കൂടെ ഓർക്കുകയാണ്. ഈ ശ്വാസിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാം വിവിധമായിട്ടുള്ള ആചാരങ്ങളിലൂടെയും മതങ്ങളും രാഷ്ട്രീയത്തിലും എല്ലാം ഇടപെടുന്ന ആളുകളാണ്. പക്ഷെ അതിനെല്ലാം അതീതമായി സ്വതന്ത്രമായിട്ട് ഉള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതാനും കുറച്ച് പേരുടെ ഏകദേശം 100ഓളം പേരുടെ കൂട്ടായ്മയാണ് ഈ ശ്വാസം സംഘടന. 2018 ഒരു സീനിയർ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന്റെ പേര് KP തോമസ്. അദ്ദേഹം നന്ദിയോട് ശ്രമിക്കുകയാണ്. അദ്ദേഹമാണ് ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവന്നത്. നമ്മളെല്ലാം പല സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിലും ഈ സംഘടനകളിൽ നമ്മളൊരു ആശയം അവതരിപ്പിക്കുമ്പോൾ അത് പല പല താല്പര്യങ്ങളിലേക്ക് മാറിപ്പോവുകയും അങ്ങനെ ആ ഒരു കാര്യങ്ങൾ നടന്ന് പല ഹൈജാക്കിംഗ് തന്നെ പറയാം, ആ ഒരു ആശയങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രൊയാക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം, നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, അത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ബൈലോയോ അങ്ങനെയൊന്നുമില്ല. ഇതൊരു സ്വതന്ത്രമായിട്ടുള്ളൊരു കൂട്ടായ്മ മാത്രമാണ്. ഈ കൂട്ടായ്മ പലപ്പോഴും ഏതെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് അതിനകത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ഒരു വിഷയമാണ് വടത്തല ഭാഗത്തുള്ള മണ്ണ്. അത് 2018 നമുക്കിവിടെ എല്ലാവർക്കും ബാധിച്ചൊരു വിഷയമാണ്. വടത്തല ഈ എറണാകുളം ജില്ലയെ മുഴുവൻ മുക്കുന്ന ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. ഈ വെള്ളപ്പൊക്കത്തിന്റെ കാരണം എന്താണെന്നതിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായത് ഈ പല പാലങ്ങൾ, ഈ ആലുവ മുതൽ എറണാകുളം വരെയുള്ള ഭാഗത്ത് കണ്ടിട്ടുള്ള പാലങ്ങളുടെ അടിഞ്ഞുകൂടിയിട്ടുള്ള ഡെബ്രീസ് അതിന് പിന്നീട് വന്ന് ചേർന്ന ഈ മണലും മറ്റും കൊണ്ടിട്ടാണ് ഇവിടെ വെള്ളപ്പൊക്കത്തിന് സാധ്യത ഉണ്ടായത്. ഈ ഒരു വിഷയം നമ്മൾ ഏറ്റെടുത്ത് വിവരാവകാശം വെച്ച് കളക്ടറേറ്റിലും കൊച്ചിൻ കോടതിയും റെയിൽവേയിലും എല്ലാം നിന്ന് രേഖകൾ പുറത്തുവിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വലിയൊരു മൂവ്മെൻറ്റ് കേരള ഹൈക്കോടതിയുടെ നിയമസഭയുടെ എല്ലാം ശ്രദ്ധയിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ അങ്ങനെ ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളാണെന്ന് പൊതുവെ പെട്ടെന്ന് തോന്നിയാൽ പോലും അതിൽ നമ്മൾ ഇടപെടുമ്പോഴത്തേക്കും അത് വലിയൊരു വിഷയമായിട്ട് മാറുന്ന ഒരവസ്ഥ ഉണ്ടായി. 2010 നടത്തിയ അന്വേഷണത്തിൽ അന്ന് മത്സ്യത്തൊഴിലാളി കൊടുത്ത ഒരു റിട്ട് ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയത്. ആ ഉത്തരവ് പ്രകാരം അന്ന് കോടതി പറഞ്ഞത് ഈ സ്ഥലത്തെ ഇതെല്ലാം മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ പിന്നീട് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിന് സാധ്യത ഇമ്മീഡിയറ്റായിട്ട് മാറ്റണം, ഈ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ അത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത കൊണ്ടോ മറ്റു താല്പര്യങ്ങളുണ്ടോ അന്ന് ആ സംഭവം ചെയ്യാതെ വരികയും അതിനെ തുടർന്നാണ് ഈ ഒരു വിഷയം ഉണ്ടായത്. ഇതിപ്പം നിയമസഭയിൽ 2 തവണ സബ്മിഷനൊക്കെ ആയിട്ട് വന്ന് ഇമ്മീഡിയറ്റായിട്ട് മാറ്റം തന്നെ പറഞ്ഞെങ്കിലും ഇപ്പോഴും വിഷയം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. ഇതൊരു ചെറിയ വിഷയം മാത്രം സോസൈറ്റി എടുത്താൽ, പക്ഷെ ആ ഒരു വിഷയത്തിലൂടെ നമ്മളിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം കേരള കൗമുദിയുടെ അന്ന് റിപ്പോർട്ടറായിരുന്നു. വലിയ രീതിയിൽ അരുണിൻ്റെ ഇടപെടലുകൾ ആ വാർത്ത പുറത്തു വരുന്നതിനുണ്ടായിരുന്നു. അങ്ങനെ അരുണിൻ്റെ വളർന്നു വരുന്ന ഒരു പത്രപ്രവർത്തകന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ശ്വാസത്തിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അതും വളരെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണെങ്കിൽ അതിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകാറുണ്ട്. അപ്പോൾ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന നമ്മളുടെ ഇടപെടലുകൾ അത്രയും സുതാര്യവും വ്യക്തവുമാണെന്നുള്ള ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശങ്ങളിലുള്ള
ആളുകൾ ഡയറക്റ്റായിട്ട് ഈ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് സഹായം ചെയ്തു വരുന്നത് ഇപ്പോൾ അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളിലും നമ്മളിത് ഇതുപോലുള്ള ഇടപെടലുകളാണ് നമുക്ക് ഈ വെറുതെ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്ത് അത് ഡെയിലി ഇങ്ങനെ കണ്ടുപോകുന്നതിന് പകരം ആ കാണുന്ന മെസ്സേജിൽ എന്താണ് ഇടപെടേണ്ടത് എന്നുള്ള ഒരു പ്രൊയാക്റ്റീവ്നെസ്, ഇതാണ് സ്വാസിനെ കുറിച്ച് ബ്രീഫായിട്ട് പറയാനുള്ളത്. ഈ സ്വാസിന്റെ ഒരു ആ ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഈ പുസ്തകത്തിലൂടെ ജയരാജിന്റെ പുസ്തകത്തിലൂടെ വരുന്ന ഫിലോസഫിക്കൽ തോട്ട് എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് അതിൽ പറയുന്നത് നെവർ ഡു ആസ് അതേഴ്സ് ഡു. എല്ലാവരും പല കാര്യങ്ങളും ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മളും ചെയ്യുന്നു, അങ്ങനെ നമ്മുടെ ജീവിതം കടന്നു പോകും. അതിന് പകരം നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യസ്തത, അതായത് നമ്മളുടെ ഒരു കാൽപാദം നമ്മൾ കടന്നുപോയി കഴിയുമ്പോൾ അവിടെ പതിഞ്ഞിരിക്കണം. ആ ഒരു ഉദ്ദേശമാണ് നമ്മൾ ഓരോരുത്തർക്കും സൊസൈറ്റിയോട് സന്തോഷമായി പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് ആദരിക്കണം. ആദരിക്കുന്നത് വെറുതെ ഒരു ആദരവ് മാത്രം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ ആ ഒരു ആശയത്തെ അതൊരു ബുക്കിലൂടെ ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഉദ്യമത്തെ ആദരിക്കുകയാണ് വേണ്ടത്. അത് മറ്റു ജനങ്ങളിലേക്ക് ഇത് പകരണം. കാരണം ഈ പുസ്തകം ഞാൻ ഒന്ന് വായിക്കുകയുണ്ടായി. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോർജ് ഗുർജീഫ്, നമ്മൾ ജോർജ് എന്ന് വിളിക്കാൻ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ജോർജ് ഗുർജീഫിൻ്റെ ആശയങ്ങൾ ഒരു ഫിലോസഫിക്കൽ തോട്ട്സാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഏഷ്യൻ സംസ്കാരത്തിൻ്റെ തന്നെ ചില ചുവടുകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ. കാരണം അദ്ദേഹം പറയുന്നതെന്നുണ്ടെങ്കിൽ വെൻ യു ഡു ഇറ്റ് പ്രോപ്പർലി ആൻഡ് ഡു ഇറ്റ് വിത്തൗട്ട് ഹാവിങ് എനി അതർ തിങ്സ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് വരുന്നത് എന്താണ്? പൂർണ്ണത. ആ പൂർണ്ണതയിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് എപ്പോഴും നമ്മളുടെ ജീവിതത്തിലേക്ക് വേണ്ടത്. ഒരാളെ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബാരിയേഴ്സിനൊക്കെ കടന്നു പോകാനുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പരുവപ്പെടലിനെ പ്രായോഗികമായി ചരിത്രപരമായി മാറ്റി തീർക്കാനായിട്ട് ഒരുപാട് സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ പറഞ്ഞ ഈ അർമേനിയൻ, ബാബിലോണിയൻ, ഈജിപ്ഷ്യൻ, തുർക്കിസ്ഥാൻ, അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു റീജിയൻ എന്നൊക്കെ പറയുന്നത് വളരെ ടഫായിട്ടുള്ള ലോക പരിസ്ഥിതിയാണ്, എൻവയോൺമെന്റൽ എന്നുള്ള അർത്ഥത്തിൽ തന്നെ. അതിൽ നടന്നും വണ്ടി കയറിയും കാളവണ്ടി പിടിച്ചും ഒക്കെ അദ്ദേഹം ഈജിപ്തിലും പറഞ്ഞ ഈജിപ്തും ഇറാനും ഒക്കെ കടന്നിട്ട് റഷ്യയുടെ പരമാണുകളിലൂടെ ചുറ്റി കടന്നിട്ട് ഇന്ത്യയിലെത്തുന്നുണ്ട്, തിബറ്റിലെത്തുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം തിരിച്ച് റഷ്യയിലേക്ക് പോയിട്ട് 1930കളിൽ തൻ്റെതായ ഒരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ടാക്കണം, സ്ഥാപനം വേണം എന്ന് പറഞ്ഞിട്ട് റഷ്യയിലേക്ക് പോകുന്നത്. അവിടെ മുതലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആധുനികമായ ഒരു സംവിധാനം, ഒരു ആത്മീയ പ്രാക്ടിക്കൽ സംവിധാനം ഫോർ ദി കോമൺ പീപ്പിൾ എന്നുള്ള അർത്ഥത്തിലുള്ള ഫോർത്ത് വേ എന്ന് പറയുന്ന ആ സിസ്റ്റം ഉണ്ടാകുന്നത്. ആ സിസ്റ്റത്തിലൂടെയാണ് ഞങ്ങൾ തോന്നിക്കരക്കാരാണ്. തോന്നിക്കരക്കാരെന്ന തരത്തിലാണ് ഞങ്ങൾ എന്നും അഭിമാനത്തോടെ തലയുയർത്തി പറയുന്ന ഒരു പേരുണ്ട്, തോന്നിക്കര റാഫി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മി സെബീന റാഫി. ഈ റാഫി സാറും സെബീന റാഫിയും കൂടി എഴുതിയ കലിയുഗം എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ദാർശനിക ഗ്രന്ഥം. മലയാളത്തിൽ അതിനു മുമ്പ് അതുപോലത്തെ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല. അതിനുശേഷം അദ്ദേഹം ശുക്രദശയുടെ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. ഈ ശുക്രദശയുടെ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശുക്രമുനിയെക്കുറിച്ച് പഠിച്ച് അവസാനം റാഫി സാറ് ശുക്രമുനിയിൽ ജയിച്ചോ അല്ലെങ്കിൽ
റാഫി സാറിനെ അതൊരു ബാധ പോലെ ബാധിച്ചോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലൊരു അവസ്ഥയിലെത്തി. കാരണം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, ഇങ്ങനെ വളരെ കാഷ്വൽ ടോക്കിനിടയ്ക്ക് പറയും, ഞാൻ ഇന്നലെ മുറിയിൽ ഇരുന്നിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശുക്രമുനി കടന്നു വന്നത്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ശുക്രമുനിയോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊക്കെ എന്താ ഈ പറയുന്നത്, ഏത് ലോകത്താണ്? അദ്ദേഹം കാൽപ്പനികമായ ഒരു ലോകത്താണ്, ഭ്രമാത്മകമായ ഒരു ലോകത്താണ് എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. അദ്ദേഹം ഇന്നലെ ശുക്രമുനിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് തോന്നും ഇന്നലെ അവർ തമ്മിൽ കണ്ടു, തോളോട് തോൾ ചേർന്ന് നടന്നു, അതിനുശേഷം ചായ കുടിച്ചു പിരിഞ്ഞു എന്നാൽ പോലെ നമുക്ക് തോന്നുന്ന തരത്തിൽ അദ്ദേഹം ആ ശുക്രമുനിയുമായിട്ട് വളരെയേറെ അടുത്തു. അപ്പോൾ റാഫി സാറിനെ കാണുന്ന സമയത്താണ്, നമ്മൾ പല മീറ്റിങ്ങുകളിലൊക്കെ പോകുന്ന സമയത്താണ്, വലിയ സദസ്സുകളിലാണ്, ഇപ്പോൾ സാഹിത്യ പരിഷത്ത് ഹാളിലൊക്കെ അദ്ദേഹം കടന്നു വരുന്ന സമയത്താണ് ആളുകൾ പറയുന്നേക്കാം, ശുക്രമുനി വരുന്നുണ്ട് എന്ന് പറയുന്നേക്കാം. അത് വലിയ സാഹിത്യകാരന്മാരാണ്, വലിയ പ്രഗത്ഭരായ ആളുകൾ പലപ്പോഴും പറയുന്നത് ശുക്രമുനി വരുന്നുണ്ടോ എന്ന് പറയും. കാരണം അദ്ദേഹം ആ ശുക്രമുനിയായിട്ട് അത്രയ്ക്ക് താതാത്മ്യം പ്രാപിച്ചു. ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു നമ്മളുടെ ജയരാജ് സത്യന്റെ കാര്യം. ഒരു സമയത്ത് ഈ ഗുർജിഫ് ഇദ്ദേഹത്തെ പിടികൂടിയിട്ടാണ് ഒരു ബാധ പോലെ ഇദ്ദേഹത്തെ പിടികൂടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യമായിട്ട് ഗുർജിഫിനെ കുറിച്ച് പറഞ്ഞത് ശൈലനാണ്. ശൈലനും ജയരാജും ഒക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളാണ് ഈ നമ്മുടെ മുമ്പിലിരിക്കുന്ന ടോമി, കെൽമൻ, അജി, അങ്ങനെ എല്ലാവരും, ശിവൻ, അങ്ങനെ എല്ലാവരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം പിന്നീട് ഉണ്ണി എന്ന് പറയുന്ന ഈ ജയരാജ് അദ്ദേഹം ഞങ്ങൾ വിളിക്കുന്ന സമയത്താണ് പിന്നീട് പറയുന്നതൊക്കെ ഗുർജിഫിനെ കുറിച്ചാണ്. നമ്മൾ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗുർജിഫ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി തുടങ്ങി കഴിഞ്ഞാൽ അത് മണിക്കൂറുകൾ വിളിക്കണം. നീ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. നീ ആരാണ് എന്ന ചോദ്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് ചോദിച്ചതല്ല, ക്രിസ്തുവിനൊക്കെ എത്രയോ വർഷങ്ങൾക്കുള്ള സോക്രട്ടീസ് പറഞ്ഞു, നോൺ യുവർസെൽഫ്, നീ നിന്നെ തന്നെ അറിയുക. ഇതൊക്കെ തന്നെ അദ്വൈത ദർശനത്തിലൊക്കെ പലവട്ടം നമ്മൾ കേട്ടതാണ്. നിത്യ ചൈതന്യ എതിരുണ്ടല്ലോ, അദ്ദേഹം പറയുന്നത് നീ ആരാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അങ്ങ് ആരാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേ പറഞ്ഞു, ഞാൻ എല്ലാമാണ്. ഇവിടെ എന്തൊക്കെയുണ്ടോ അത് എല്ലാമാണ് ഞാൻ. ഒന്നിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ പ്രപഞ്ചത്തിൽ ഈ ചുറ്റുപാടിൽ എന്തെല്ലാം ഉണ്ടോ അതാണ് ഞാൻ. ഈ യതിയുടെ ഇതിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇത് തോന്നും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും മാസ്റ്റർ, ഗുരു എന്നൊക്കെ വിളിക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് ക്വാളിഫിക്കേഷൻസ്, ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി, PhD ഒക്കെ നമ്മൾ എടുത്തു പോകുന്നുണ്ട്. പക്ഷേ ജീവിതം പഠിക്കാനായിട്ട് നമ്മളൊരു പുസ്തകവും നമ്മുടെ കയ്യിലില്ല. ജീവിതം പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഗുരു വേണം. ആ ഗുരുവാണ് നമ്മുടെ ജീവിതം എന്താണെന്നുള്ള ആക്കി തീർക്കുന്നത്. അപ്പോൾ ഒരു ഗുരു എന്ന് പറയുന്നത് ഒരു സാധാരണ വിധത്തിൽ പോകുന്ന ഒരാളായിരിക്കരുത്. അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്നത് an exclusive change who happens in our life. അതാണ് ഈ മാസ്റ്റർ, ഒരു ഗുരു എന്ന് പറയുന്നത്. നമ്മുടെ ഒരു മനുഷ്യനെ പൂർണ്ണമാക്കി മാറ്റിയെടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു ഗുരു എന്ന് അവകാശപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം, അല്ലെങ്കിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഒരു വശം, ഒരു ഡിവിഷൻ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഒരാളെ ഗുരു എന്ന് വിളിക്കാൻ ഒരിക്കലും പാടില്ല. അത് ഗുരുവല്ല, ഒരു ടീച്ചർ. ഈ പുസ്തകത്തിന്റെ പരിചയപ്പെടുത്തൽ ചടങ്ങിലേക്ക്, പുസ്തകത്തിലേക്ക് വന്നാൽ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. എനിക്ക് മുന്നിലിരിക്കുന്നവരെയും എനിക്ക് എന്നൊക്കൊപ്പം വേദിയിലിരിക്കുന്നവരെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, ഈ അവസാനം സംസാരിക്കാൻ എത്തുന്നവർക്ക് സംസാരിക്കാൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ്. മുന്നേ നടന്നുപോയവർ, മുന്നേ സംസാരിച്ചു പോയവർ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അവസാനം സംസാരിക്കാൻ എത്തുന്നവർ എത്തുമ്പോഴേക്കും. പക്ഷെ എങ്കിൽ പോലും ചില കാര്യങ്ങൾ കൂടി അതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട്. ജസ്റ്റിസ് KT തോമസ്, നമ്മളേവരും അറിയപ്പെടുന്ന ജസ്റ്റിസ് KT തോമസ്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, ഏകദേശം 600ഓളം പേജുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ക്ഷണിച്ചത് ഏറെ ബഹുമാന്യനായ
സംസ്ഥാനത്തിന്റെ ദേവസ്വം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവരുടെയാണ്. ഔദ്യോഗിക തിരക്കിൽ ഈ മന്ത്രിമാരുടെയൊക്കെ പരിപാടി നേരത്തെ മുൻകൂട്ടി ചാർട്ട് ചെയ്തു പോകുന്ന പരിപാടി ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എത്താനാവില്ല, എന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. മറുപടി ജസ്റ്റിസ് കെ ടി തോമസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എത്രയാണെങ്കിലും എത്ര താമസിച്ചാലും എനിക്ക് പ്രശ്നമില്ല, അന്ന് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ആ ബുക്ക് പ്രകാശനം ചെയ്യണം, അതിന് എത്ര ദിവസം വേണമെങ്കിലും എത്ര മാസം വേണമെങ്കിലും കാത്തിരിക്കാം എന്നതായിരുന്നു മറുപടി. അപ്പൊ ആലുവയിൽ നിന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്കൊപ്പം ഇങ്ങോട്ട് സഞ്ചരിച്ചു വരുമ്പോൾ ഞാൻ ചോദിച്ചു, അത് അദ്ദേഹത്തോട് ചോദിച്ചു, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചോ എന്ന് ചോദിച്ചു. മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഈ അടുത്ത കാലത്ത് ജസ്റ്റിസ് കെ ടി തോമസിനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനൊരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരുന്നു, അത് ഉള്ളതാണോ, അങ്ങനെ എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ മറുപടി, വി.എൻ. വാസവന്റെ കയ്യിൽ ഒരു പുസ്തകം നമ്മൾ ഏൽപ്പിച്ചൊരു ചുമതല ഏൽപ്പിച്ചാൽ അതിലൊരു പുസ്തക പ്രകാശനമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞത് 1.5 മാസത്തിന് മുൻപ് പ്രിന്റ് ചെയ്ത ആ പുസ്തകം കയ്യിലെത്തിക്കണം. അതിന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ആമുഖം മുതൽ ഏറ്റവും അവസാനം ആ ബുക്ക് അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വായിച്ചു തീർത്ത ശേഷം ഒരു ചെറിയ നോട്ടുമായി മാത്രമേ, സംസ്ഥാനത്തിൻ്റെ 3 സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണത്, ഒരു നോട്ടുമായി മാത്രമേ ആ പുസ്തക പ്രകാശന ചടങ്ങിന് കയറാറുള്ളൂ എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞത്. ഗുർജീഫിന്റെ ആക്ഷൻ നടത്തിയ പരിശ്രമങ്ങളെല്ലാം മറ്റുള്ളവർ പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചിരുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഈ പാരഗ്രാഫൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളൊക്കെ വായിക്കുന്നവർ ഒരു തവണയെങ്കിലും തങ്ങളുടെ മാതാപിതാക്കളിലൂടെ അല്ലെങ്കിൽ തങ്ങളുടെ അച്ഛനെയൊക്കെ ചിലപ്പോഴെങ്കിലും ഒന്ന് ഓർത്തു പോയേക്കാം. പണം സമ്പാദിക്കാൻ ഗുർജീഫിന്റെ ആക്ഷൻ നടത്തിയ പരിശ്രമങ്ങളെല്ലാം മറ്റുള്ളവർ പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചിരുന്നില്ല. അതിനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയും മാന്യതയും സത്യസന്ധതയുമായിരുന്നു. അയൽവാസിയുടെ ദൗർഭാഗ്യത്തെ ഉപയോഗപ്പെടുത്തി സ്വയം ക്ഷേമം ഉറപ്പുവരുത്താൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. അതേസമയം അദ്ദേഹത്തിന്റെ ഈ മാന്യതയെ മറ്റുള്ളവർ മുതലെടുക്കാൻ ശ്രമിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിരുന്നു എന്ന് ഗ്രന്ഥകാരൻ കുറിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഒരു തവണയെങ്കിലും സ്വന്തം അച്ഛനെ മനസ്സിലൂടെ ഒരു തവണയെങ്കിലും സ്വന്തം അച്ഛൻ കടന്നു പോകാത്തവർ ഇവിടെ ഇരിപ്പുണ്ടാകുമെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഗുർജീഫിനെ പറ്റി പറയുകയാണെങ്കിൽ, ഗുർജീഫ് ആരായിരുന്നതിനെ പറ്റി ഒരു ചെറിയൊരു സംഭവം പറയാം. കാതറിൻ മാൻസ്ഫീൽഡ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി ഉണ്ടായിരുന്നു. കവയിത്രി, ന്യൂസിലാൻഡുകാരിയാണ്. പുള്ളിക്കാരത്തി ഒരിക്കൽ ഗുർജീഫിൻ്റെ ആശ്രമത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവരുടെ ആശ്രമമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എല്ലാം അറിയപ്പെട്ടിരുന്നത്. അവിടെ ചെല്ലുകയുണ്ടായി. ശേഷം 3 മാസം കഴിഞ്ഞിട്ട് ഒരു പത്രപ്രവർത്തകൻ അവരുടെ ഇൻ്റർവ്യൂ നടത്തി. അത് ചോദിച്ചു, നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞ്, അവരവിടെ വരുമ്പോൾ ഒരു ക്യാമറയായിരുന്നു, ഒരു ക്യാമറയെ പോലെയായിരുന്നു അവർ, ഈ കാതറിൻ മാൻസ്ഫീൽഡ്. പക്ഷേ ആ ക്യാമറയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, പ്രത്യേക സ്വഭാവം. പക്ഷെ ഇപ്പോൾ ഞാൻ ക്യാമറയാണ്, ഇപ്പോൾ ആ ക്യാമറയ്ക്ക് ഒരു സ്വഭാവമില്ല, കാഴ്ച മാത്രമേ ഉള്ളൂ. ഇപ്പൊ നേർക്കാഴ്ച കണ്ടു തുടങ്ങി. അതാണ് ഗുർജീഫിന്റെ ടീച്ചിങ്ങിന്റെ പ്രത്യേകത. ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഈ അവാർഡ് ദാന ചടങ്ങ് ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി കെ ഗോപാലകൃഷ്ണൻ, സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കൂട്ടായ്മയിലെ അംഗമായ ശ്രീ ജയരാജ് സത്യരാജ് എഴുതിയ ജോർജ് ഗുർജീഫ് വഴിയും വഴിയും എന്ന പുസ്തകത്തെ നമ്മളെ പരിചയപ്പെടുത്തുന്നതിനും ഗ്രന്ഥകാരനെ ആദരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇന്നോട് ഒത്തുചേർന്നത്. ഈ പരിപാടിക്ക് വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും, ഒപ്പം ഇതിൽ പങ്കെടുത്തവർക്കും നന്ദി പറയുക എന്നതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം.
സ്വാഗത പ്രസംഗകൻ പറഞ്ഞിരുന്നത് പോലെ ശ്വാസ് എന്ന ഈ കൂട്ടായ്മ പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും വിഷയങ്ങളിലും ഇടപെടുകയും ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയും കഴിയും വിധമെല്ലാം അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഭാവിയിലും ഇതുപോലുള്ള പരിപാടികൾ ശ്വാസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക്